ഹലോ, ഹായ്, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഐക്കൺസ് ഓഫ് ഇന്ത്യ ഹൈദരാബാദിൽ തന്നെയാണ്. ഇന്ന് ഐക്കൺസ് ഓഫ് ഇന്ത്യയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഹൈദരാബാദിൽ വാനി പ്രസ് വർക്ക്സ് നടത്തുന്ന PT അറുമുഖൻ സാറാണ്. അപ്പോൾ ഇന്ന് സാറിന്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഇന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. എവിടെ നിന്ന് തുടങ്ങണം? സാറിന്റെ Starting സ്ഥാപനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അതെ. വാനി പ്രസ് വർക്ക് എന്താണ് സാർ ഈ വാനി പ്രസ്? ഓക്കെ, ഞാൻ ഈ ഹൈദരാബാദിൽ വന്നിറങ്ങിയത് 1968 അത് അവിടെ ഹൈദരാബാദ് ടൂൾസ് എന്നതിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ. അതെല്ലാം പാസ്സായി ആ. അവിടെ ഞാനൊരു ഷിഫ്റ്റ് ഇൻചാർജായി ആദ്യ അപ്പോയിന്റ്മെന്റ്. ഓക്കെ, അങ്ങനെ അവിടെ 4 വർഷം ജോലി ചെയ്തു. ഓക്കെ. അതിനുശേഷം ഞാൻ അവിടുന്ന് ഐഡിയൽ കെമിക്കൽസ് ഐഡിയൽ കെമിക്കൽ അവിടെ പോയി. അവിടെ ടൂൾ റൂം സൂപ്പർവൈസർ ആയിട്ടാണ് അവിടെ ജോലി ചെയ്തത്. ഓക്കെ. 1 year only കംപ്ലീറ്റഡ്. അപ്പോഴേക്കും എനിക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയത്, ഒരു പ്രൊഫഷനെ. ഞാൻ അദ്ദേഹം കൂടിയിട്ട് ആ ഫ്രണ്ടിന്റെ പേരെന്ന് പറഞ്ഞു സാറേ? ചിദംബറാവ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒറ്റയ്ക്ക് ആ. ഒരു ബിസിനസ് തുടങ്ങാം. ഓക്കെ. ബിസിനസിന്റെ പേരായിരുന്നു പ്രിസിഷൻ പ്രസ് ടൂൾസ്. കുറച്ച് 1 year കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തരണം ചെയ്ത് പിന്നെ ഞങ്ങൾ HAL, ECIL അത്തരം കമ്പനികളിലെല്ലാം അപ്രോച്ച് ചെയ്തു. നല്ല സപ്പോർട്ടായിരുന്നു. ഓക്കെ. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് അവിടെ കണക്ടർ ഉണ്ട്, എയറോപ്ലെയിന്റെ കണക്ടർ. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. ഞങ്ങൾ നന്നായി അത് ടൂൾ ചെയ്തു, അത് സപ്ലൈ ചെയ്തു, സക്സസ്. പിന്നെ അവിടെ നിന്നിട്ട് ശരി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി വേറെ പുള്ളിക്കാരൻ അത് ചെയ്തു. അതിനുശേഷമാണ് സാർ ഈ വാനി പ്രസ് പ്രസ് വർക്ക് എന്ന് പറഞ്ഞ പ്രസ് വർക്ക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എഞ്ചിനീയറിംഗ് പ്രസ് മേക്കിംഗ് കോമ്പണൻസ് നമ്മുടെ ഉദ്ദേശം. അങ്ങനെ ടൂൾ ഉണ്ടാക്കും, കോമ്പണന്റ് ഉണ്ടാക്കിയിട്ട് കമ്പനികൾക്ക് കൊടുക്കുകയായിരുന്നു അവരെ ഡിസൈൻ പ്രകാരം. അങ്ങനെ ഏകദേശം ഒരു 1-2 വർഷം കഴിഞ്ഞു. അപ്പോഴാണ് ഈ TV കമ്പനിയെല്ലാം വെളിയിൽ വരുന്നത്. ടിവിക്ക് വേണ്ടിയിട്ടുള്ള കുറെ ഐറ്റങ്ങൾ ചെയ്തു. ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു, അത് ഒരു EHT ക്ലിപ്പ്. ഈ ക്ലിപ്പ് ശരിക്കും വരെ ഇമ്പോർട്ട് ചെയ്യായിരുന്നു. അത് ഡെവലപ്പ് ചെയ്തു. ആദ്യമായിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്നത് അവിടെ കോർണർക്ക് TV, ഭാരത് TV ഇവർക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇതെല്ലാം HALന്റെ ഒരു പാർട്ട്നേഴ്സാണ്. അത് മിക്കവാറും ഒരു 5-6 മാസം നടന്നു. അതിനുശേഷമാണ് നമ്മളെ സ്പോർട്സ് ഓൾ ഇന്ത്യ ലെവലിൽ നമ്മളെ എല്ലാ വേൾഡ് എല്ലാവരും പങ്കെടുത്തൊരു സർക്കിറ്റായിരുന്നു ഏഷ്യാഡ്. EHT ക്ലിപ്പ് ഡെവലപ്പ് ചെയ്യാനൊരു ചാൻസ് ഉണ്ട്. അത് ചെയ്തു. കോർണർക്ക് TV, അത് കഴിഞ്ഞ് ഭാരത് TV ഇവർക്കെല്ലാം സപ്ലൈ ചെയ്യാൻ തുടങ്ങി. അന്ന് ഒരു ക്ലിപ്പിന് ചാർജ് ചെയ്തിരുന്നത് 1 rupee 50 paise, 1 രൂപ. അത് ഈ ഏഷ്യാഡിന്റെ ടൈമിൽ വന്നിട്ട് ഞങ്ങൾ 1 lakh pieces പെർ മന്ത് സപ്ലൈ ചെയ്യാം. അത് സപ്ലൈ ചെയ്തു. അതേമാതിരിയുള്ള നിറയെ കോമ്പണന്റ് അതിന്റെ LOT ടു പിക്ചർ ട്യൂബ് കണക്ട് ചെയ്യുന്ന ഭാഗം. അങ്ങനെയുള്ളതൊക്കെ അത് സ്റ്റാർട്ട് ചെയ്ത് TV സബ്ജക്റ്റിൽ നിന്ന് മാറി. അപ്പോഴേക്ക് പിന്നെ ഫാബ്രിക്കേഷൻ, അത് ECL നിന്നും HAL നിന്നും BHEL നിന്നും അവർ അപ്രോച്ച് ചെയ്ത് അവർ ചെയ്യാന്ന് പറഞ്ഞു. അത് വന്നിട്ട് നമ്മളെ കൺട്രോൾ പാനൽ, കൺട്രോൾ ഡെസ്ക്, ഇത്തരം കാര്യങ്ങൾ വലിയ വലിയ ഫാബ്രിക്കേഷൻ. അതെല്ലാം ഞങ്ങളൊരു അവർ സെലക്റ്റഡ് സപ്ലയറായി. പിന്നെ അവർ ജോബ് മാത്രം ചെയ്യാമെന്നായി. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഈ സിഗ്നോഡ്, ITW സിഗ്നോഡ് അവർ വന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ സ്ട്രാപ്പിംഗ് മെഷീൻ, ഒരു 5 സ്ട്രാപ്പിംഗ് മെഷീൻ ഉണ്ടായിരുന്നു. അത് 5 ഡെവലപ്പ് ചെയ്ത് ഞാൻ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ BHEL R&Dന്ന് ഞങ്ങൾക്ക് ഇതിന്റെ ഒരു പ്രോഗ്രാമിന് ഒരു ഇത് കിട്ടി. ഇത് സിമുലേറ്റർ ഷിപ്പ് യാർഡിന്റെ അതേ ഇതിൽ ഷിപ്പ്
എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ളത് ഉം. ഈ ബോക്സിൽ ഇരുന്ന് നമുക്ക് കാണാം. ഓക്കെ ഓക്കെ ആ ബോക്സ് ഇതിനായിട്ട് കാണിക്കാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ ഓക്കെ. അത് വലിയ സൈസ് ആയിരുന്നു, അറൗണ്ട് 20 ഫീറ്റ് ആ ഇതുണ്ട്, ലെങ്ത് ഉണ്ട്. അതിനനുസരിച്ച് ഒരു 16 ഫീറ്റ് ഇത് കൊടുത്തിട്ടുണ്ട്. ഓൾ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും DC ശ്രദ്ധിച്ചു. ഇതെല്ലാം ഞങ്ങൾ ഏറ്റെടുത്തു. അത് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഞങ്ങൾ ലോനാവാല അവിടെ ഇറക്ട് ചെയ്യുന്നുണ്ട്. അവിടെ പോയി ഇറക്ട് ചെയ്തെടുത്ത് അവിടെ സക്സസ് ആയിട്ട് ചെയ്തു. അതെ. പിന്നെ DRD ഉണ്ട്, അവിടെ ആദ്യമായിട്ട് നമ്മൾ ചെയ്തത് നമ്മള് സാറ്റലൈറ്റ്, അതിന്റെ എല്ലാ മെക്കാനിക്കൽ കോമ്പണന്റും ഞാനാക്കി. സാറ് കണ്ടുപിടിച്ചതൊക്കെ വേറെ ക്രെഡിറ്റ് ആരെങ്കിലും അടിച്ചു മാറ്റിയോന്നൊരു സംശയമുണ്ട്. അങ്ങനെയൊന്നും ഇല്ലല്ലോ, അങ്ങനെ ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. സാറ് കണ്ടുപിടിച്ചതെല്ലാം സാറിന്റെ തന്നെ പേരിൽ തന്നെയാണ്. പക്ഷെ നല്ല ഡെവലപ്മെന്റ് ആയിരുന്നു, നല്ലത് ചെയ്യായിരുന്നു. അതിന്റെ ഇടയിലാണ് ഫ്രാൻസിൽ നിന്ന് ഒരാൾ വന്നത്. ഫ്രാൻസിൽ നിന്ന് സാറിനെ കാണാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ മുന്നേ എനിക്ക് ഓസ്ട്രേലിയയിൽ നിന്നൊരു ഇന്റർവ്യൂ തന്നെയാണ്. സാറിന് അപ്പൊ എത്ര രാജ്യങ്ങളാണ് വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഞാൻ പോയിട്ടില്ല അവിടെ, ഒന്നും പോയില്ല. ഇത് ഓസ്ട്രേലിയ അത് കഴിഞ്ഞിട്ടാണ് ഇത് ഫ്രാൻസിൽ രണ്ടുപേരും. അല്ല, അവര് വന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഇതിനെ അവർക്ക് ടൂളിംഗ് ചെയ്യണം. അവര് ഡയറക്ടർ ഉണ്ടായിരുന്നു, ടെക്നിക്കൽ ഡയറക്ടർ. ഓക്കെ ഓക്കെ. അവരുണ്ടായിരുന്നു, വന്ന് കുറെ എല്ലാം ഡിസ്കഷൻ 2-3 ദിവസം അവിടെ ഇവിടെ തന്നെ. ഓക്കെ. അപ്പൊ അങ്ങനെ അവര് പറഞ്ഞു ഞങ്ങൾക്ക് കുറെ ടൂളിംഗ് ഉണ്ട്, ചെയ്യണം. ഞാൻ പറഞ്ഞു നോക്കാം, സാമ്പിൾ. അങ്ങനെ അവിടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കോമ്പണന്റിൽ അവർ കുറെ ചെക്ക് ചെയ്തു. അവരെല്ലാം സാറ്റിസ്ഫൈ ആയി. 2 ടൂളിന്റെ ഓർഡർ. ഓക്കെ. അത് ചെയ്തു ഫ്രാൻസിലോട്ട് അയച്ചു. ചെന്നപ്പോൾ നല്ല സക്സസ് ആയി. എല്ലാവർക്കും സന്തോഷമായി. നമുക്ക് ഈ നമ്മുടെ ഈ വാണി പ്രസ് വർക്കിൽ എത്ര വർക്കേഴ്സ് ഉണ്ട്? ഇപ്പോൾ വന്നിട്ട് ഓൺലി 9 പീപ്പിൾ ഉള്ളൂ. അവിടെ ഇതിന് മുന്നേ ഫാബ്രിക്കേഷൻ എല്ലാം ചെയ്തപ്പോൾ എനിക്ക് 49. അപ്പൊ ഇതവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഇത് ഫ്രാൻസിന്റെ ജോബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഈ ക്വാണ്ടിറ്റീസ് കുറെ അധികം വേണം പെർ വീക്ക് നല്ലൊരു തോന്നി. അപ്പൊ അയാൾ ഇങ്ങനെ ഒരു ഓഫർ ചെയ്ത് തന്നപ്പോഴേ അത് ഇനോന്ന് പറയാൻ വയ്യാത്തൊരവസ്ഥ. അതിനുശേഷം പിന്നെ ഇവർ ലോക്കൽ ഓർഡേഴ്സ് എല്ലാം മെല്ലെ മെല്ലെ കട്ട് ചെയ്തു. ഓക്കെ ഓക്കെ. അപ്പോൾ വാണി പ്രസ് വർക്ക് എന്താണെന്നുള്ള ഒരു ചെറിയൊരു വിശേഷം സാറ് പറഞ്ഞു. ഇനി നമുക്ക് വാണി പ്രസ് വർക്സിലേക്ക് വരാം. ഒരു ചെറിയൊരു ഇടവേള നമുക്ക് കൊടുക്കാന്ന് പറയാം. നമുക്ക് നാട്ടിലൊന്ന് പോകണം, ഒന്ന് വീട്ടിലൊന്ന് പോകണം, അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയണം. പ്രേക്ഷകരാണ്, അവർക്ക് എല്ലാ വിശേഷവും അറിയണം. ഓക്കെ. അപ്പൊ നമുക്ക് നാട്ടിലേക്ക് പോയാലോ? എവിടെയാണ് നാട്? മലപ്പുറത്ത്. എവിടെയാണ് സാർ ജനിച്ചത്? മേൽമുറി എന്ന് പറഞ്ഞ സ്ഥലത്താണ് സാർ ജനിച്ചത്. അച്ഛന്റെ പേരെന്തായിരുന്നു? കൃഷ്ണൻകുട്ടി. അമ്മയുടെ പേര്? ദേവകി. ഓക്കെ. അച്ഛൻ എന്തായിരുന്നു ജോലി? അച്ഛനെ ആദ്യം മിലിറ്ററിയിലായിരുന്നു. പിന്നെ മെല്ലെ മെല്ലെ അപ്പൊ അച്ഛൻ പട്ടാളച്ചിട്ടാണ്. അത് നമ്മൾ അതുപോലെയാണോ വളർത്തിയത്? പട്ടാളച്ചിട്ടായിരുന്നോ? ജീവിതത്തിന്റെ അടുക്കുന്ന ആളൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല. സഹോദരങ്ങളും സഹോദരിമാരൊക്കെ എത്ര? ഒരു സഹോദരനുണ്ട്, വത്സലൻ, ലേബർ ഓർഗനൈസർ. ഓക്കെ. പേരാണ്. അപ്പൊ നമുക്ക് സാറിന്റെ അറുപത് സാറിന്റെ കുഞ്ഞുനാളിലെ വിദ്യാഭ്യാസം ഒക്കെ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ല. ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ മലപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളില് എന്താ പറയാ, LP സ്കൂൾ മുതൽ UP സ്കൂൾ മുതൽ ഹൈസ്കൂൾ എല്ലാം 1 മുതൽ 10 വരെയുള്ള ഒരു സ്കൂള് അല്ലേ? പഠിത്തത്തിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, സാർ എങ്ങനെ ഉണ്ടായിരുന്നു? പഠിക്കാൻ മിടുക്കനായിരുന്നു. മിടുക്കനായിരുന്നു, ക്ലാസ്സിലെ ഹീറോ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഞാൻ തിരുവൂര് പെട്ടെന്ന് പോലെ 10ാം ക്ലാസ് ഇതാണ് ചോദിച്ചോളൂ. ഇനിയും കുറെ ചോദിക്കാനുണ്ട്. അവിടെ എങ്ങനെയായിരുന്നു മറ്റേ പഠിക്കുന്ന സാറന്മാരെ ടീച്ചർമാരൊക്കെ ഓർക്കുന്നുണ്ടോ? ഒന്ന് 2 പേരൊക്കെ പറഞ്ഞു. എന്തായിരുന്നു സുലോചന ടീച്ചർ? എന്തായിരുന്നു പഠിപ്പിച്ചത്? ഹിന്ദി. പിന്നെ വേറെ സബ്ജക്റ്റിലൊക്കെ പഠിപ്പിച്ച സാറന്മാരാ? ജനാർദ്ദൻ സാർ. മാത്സ് ടഫുള്ളാണ്. സാറിന് എങ്ങനെയായിരുന്നു? SSLCക്ക് എങ്ങനെ ഉണ്ടായിരുന്നു മാർക്ക്? എങ്ങനെയായിരുന്നു അവിടുത്തെ കലാപരിപാടികളിലൊക്കെ? യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, അതിലൊക്കെ സാർ പങ്കെടുക്കുമായിരുന്നോ? ഓ, അപ്പൊ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആയി. മലപ്പുറം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പന്ത് അല്ലേ, പന്തിന്റെ നാടാണ്. പഠിച്ചിട്ട് പിന്നെ എന്തായിരുന്നു? പോളിടെക്നിക്കിൽ ഒരു ജോലി പഠിക്കാന്ന് വിചാരിച്ചല്ലേ? അങ്ങനെ വന്നിട്ട് കാര്യമില്ല, ബിസിനസ് ആയിരുന്നു. അപ്പൊ അതിലേക്ക് നടക്കാൻ വേണ്ടി നമുക്ക് പോളിടെക്നിക്കിൽ ചെന്നു. അവിടെ എന്തെന്നാണ് പഠിച്ചത് സാർ? മെക്കാനിക്കലായിട്ട് പഠിച്ചു അല്ലേ? മെക്കാനിക്കൽ ഐറ്റംസ് എല്ലാം പഠിച്ചു. എത്ര വർഷം? 3 വർഷം കൊണ്ട് പഠിച്ചു. പിന്നെ എന്തായിരുന്നു സാറിന്റെ? പിന്നെ അവിടെ ഫൈനൽ ഇയർ എക്സാമിന്
ഹയസ്റ്റ് മാർക്ക് ഇൻ ദ കോളേജ്. ഓ സാറ് നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ലോ, സാറ് കൊച്ചു നല്ല പുലിയായിരുന്നു. 7 റാങ്ക് ആയിരുന്നു കേരളത്തിൽ. ആണോ? അതിനുശേഷം അവിടുന്ന് കുറച്ച് നാൾ ഞാൻ കോയമ്പത്തൂർ ജോബ് ചെയ്തു. കോയമ്പത്തൂർ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ജോലി കോയമ്പത്തൂരാണ്. ഏത് കമ്പനിയിൽ? അത് മാധവ എഞ്ചിനീയറിംഗ്. നല്ല ഓർമ്മയുള്ളൂ. അതൊക്കെ ഓർക്കുന്നുണ്ടല്ലേ. മാധവ എഞ്ചിനീയറിംഗിൽ എന്തായിട്ടാണ് സാറ്? അവിടെ ഞാൻ ഫിറ്റിംഗ് ഫിറ്റർക്ക് നല്ല ശമ്പളമാണ്. സാറിന് ആദ്യമായിട്ട് കിട്ടിയ ശമ്പളം ഇതുവരെ? അന്ന് ഞാൻ തങ്ങളുടെ നാട്ടിൽ 120. ഞാൻ പറഞ്ഞത് അവിടുന്ന് ഞാൻ ബാംഗ്ലൂരിൽ പോയി ITIയിൽ ട്രെയിനിങ് കഴിഞ്ഞു. അവിടുന്ന് ഹൈദരാബാദിൽ വന്നിട്ട് എന്റെ ഫസ്റ്റ് സാലറി 150. കഴിഞ്ഞിട്ട് ഇത് ഷിഫ്റ്റിംഗ് ചാർജ് എന്നുള്ള പോസ്റ്റ്. അത് ശരി. അപ്പൊ ഈ 150 രൂപയൊക്കെ നമ്മൾ ശമ്പളം കിട്ടിക്കഴിഞ്ഞാല് നമ്മുടെ ചെലവും കഴിഞ്ഞ എന്തെങ്കിലും മിച്ചം വെക്കാൻ പറ്റുമായിരുന്നു അന്നത്തെ കാലത്ത്? അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നത് ഒരു 15 ലക്ഷം ആയിരിക്കും തോന്നുന്നു അല്ലേ? ഇന്നത്തെ ഒരു 15. അത് ആ കാശ് എന്ത് ചെയ്യാറ് സാർ? അന്ന് മുതലേ ഞാൻ എന്റെ വല്യച്ഛൻ ഉണ്ടായിരുന്നു, എന്റെ ഉറ്റമായ സുഹൃത്തായിരുന്നു. രാവിലെ ഞാനും അച്ഛനും വല്യച്ഛനും കൂടി ഞങ്ങളെ തോട്ടം ഉണ്ടാവും. എന്തോട്ടം? തെങ്ങിൻ തോട്ടം, കുരുമുളക്, വെറ്റില, പിന്നെ ഇത്തരം കാര്യങ്ങളല്ല. ഓക്കെ. അപ്പൊ അതിന് നനയ്ക്കാന് വെള്ളം ഒഴിക്കാൻ പോകും. ഞാനാണ് ഇത് തേവി കൊടുത്തത്. ഓ ശരി. അത് ശരി. പുള്ളിക്കാരനാണെങ്കിൽ അതൊക്കെ ഭയങ്കര കമ്പനി ആയിരുന്നു അല്ലേ? നാളെ മുതൽ എന്റെ അവസാനം വരെ വളരെ ക്ലോസ്. അതെങ്ങനെ ഒരുമിച്ച് ജോലി ചെയ്യാൻ വേണ്ടി വന്നാണോ അദ്ദേഹം? ഒരുമിച്ച് വന്നു. ഞാൻ സൂപ്പർവൈസർ ആയിരുന്നു, അദ്ദേഹം ഡ്രാഫ്റ്റ്സ്മാൻ. ഓക്കെ. അദ്ദേഹം ഏത് നാട്ടുകാരനാണ്? മലയാളിയാണോ ഹൈദരാബാദിയാണോ? ഹൈദരാബാദ്. ഓക്കെ. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉറക്കാനുള്ള കാരണം? ഞങ്ങൾ ഡിസ്കഷൻ ചെയ്ത് പുള്ളിക്കാരന് ഇൻട്രസ്റ്റഡ് ആയിരുന്നു ബിസിനസ് തുടങ്ങാന്. പുള്ളിക്കാരന് മെക്കാനിക്കലായിട്ടൊന്നും അറിയില്ലെങ്കിലും ഡിസൈൻ ഡ്രോയിങ് ചെയ്തിട്ട് മെക്കാനിക്കലി ഉസ്താദ് ഇവിടെ ഇരിക്കുകയല്ലേ, പിന്നെ എന്തിനാണ് പിന്നെ അദ്ദേഹം മെക്കാനിക് പഠിക്കണത്? എന്തായിരുന്നു ക്യാപിറ്റൽ? എത്ര രൂപ എടുത്തായിരുന്നു? രണ്ടുപേരും കൂടി എത്ര രൂപ കിട്ടും? എന്റെ കയ്യിലുണ്ടായിരുന്നത് 3,500. 3,500 രൂപ. അദ്ദേഹമോ? അപ്പൊ 7,000 രൂപയുടെ ബിസിനസ് ആണ് തുടങ്ങിയത്. ആ സ്ഥാപനത്തിന്റെ പേരെന്തായിരുന്നു? പ്രിസിഷൻ പ്രസ് ടൂൾ. ഓക്കെ ഓക്കെ ഓക്കെ. അടിപൊളി. ഓക്കെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവന്റെ കൂടെ ഞങ്ങള് 5 വർഷം ജോലി ചെയ്തു. 5 വർഷം ഒരുമിച്ച് ആ ഫാക്ടറി അത് നോക്കി നടന്ന്. പക്ഷെ അന്ന് ഞങ്ങൾക്ക് വേറെ കുറെ ആൾക്കാർ ഹെൽപ്പിംഗ് സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ്. ഓക്കെ. 3-4 പാർട്ട്നേഴ്സ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യില്ല. ശരി ശരി. അങ്ങനെ മെഷീനറി വാങ്ങിച്ചു. പിന്നെ ആൾക്കാരും തന്നെ കുറച്ച് ആൾക്കാരെ അപ്പോയിന്റ് ചെയ്തു. പിന്നെ നല്ല നല്ല ബിസിനസ് വരും. നമ്മളൊരു ഫാക്ടറി മുതലാളിയായിട്ട് അങ്ങോട്ട് മാറി. അതിന്റെ ഇടയ്ക്ക് എപ്പോഴായിരുന്നു വിവാഹം? വിവാഹം എന്റെ 35 ഇയേഴ്സില് 35ാമത്തെ വയസ്സിൽ വിവാഹിതായി. ആരാ ഭാര്യയുടെ പേര്? ജാനകി. ജാനകി. എവിടെയാണ് വീട്? വീടല്ല, കൊണ്ടോട്ടി. കൊണ്ടോട്ടി. അപ്പൊ നമ്മൾ എങ്ങനെയാണ് കണ്ടു പരിചയപ്പെട്ട് ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് കെട്ടിയതാണോ അതോ? മക്കൾ എത്ര പേരുണ്ട്? 2 പേര്. മക്കളുടെ പേരൊക്കെ നോക്കി. മൂത്തത് ബീന. ബീന. ബീന എന്ത് ചെയ്യണോ? ബീന സ്കൂൾ നടത്തുന്നുണ്ട്. ബബിത എന്ത് ചെയ്യുന്നു? ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടില് കണ്ടന്റ് മാനേജർ. ജാനകി ചേച്ചി നമ്മുടെ ബിസിനസ്സിലൊക്കെ സഹായിക്കാറുണ്ടോ? നിങ്ങൾക്ക് ഉപദേശങ്ങൾ തരാറുണ്ടോ? ഒന്നുമില്ല. ഈ അവധി ദിവസങ്ങളിലൊക്കെ എങ്ങനെ പരിപാടി? അയ്യോ, അതിന് ഒരു മിനിറ്റ് ഒഴിവുണ്ടാവില്ല. ഞാന് ഈ പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റാർട്ടിങ് മുതലേ VWS, NSKK, കൈരളി സമാജം, കേരള കലാനിലയം, പിന്നെ മലയാളി അസോസിയേഷന്റെ പേര് ഒരു ഇതെല്ലാത്തിലുണ്ട്. അപ്പൊ നമുക്ക് ദൈവം തരുന്ന ഈ അനുഗ്രഹങ്ങള് നമ്മൾ എങ്ങനെയാണ് കുറച്ചൊരു വിധം നമ്മള് പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്തായിരുന്നു സാർ? ഞാനിവിടെ ചാരിറ്റി ഇത് ചെയ്യാറുണ്ട്. ഞാൻ ഈ സോഷ്യൽ ഓർഗനൈസേഷൻ പറഞ്ഞല്ലോ, NSKK, അത് സ്റ്റാർട്ട് ചെയ്തത് 1968-ലാണ്. ഞങ്ങൾ 70 ഇയേഴ്സ് എല്ലാം ഫിനിഷ് ചെയ്തു. 75 ഇയേഴ്സ്. ആകെ ഞങ്ങൾ മെമ്പർ ഇപ്പോൾ ഉള്ളത് 90 മെമ്പേഴ്സാണ്. ഞങ്ങൾക്കിവിടെ ഫെറോസ് ഒരു സ്കൂളുണ്ട്, NSKK ഹൈസ്കൂൾ. അവിടെ ഞങ്ങൾ 2200 പിള്ളേരുണ്ട്. ഇതിൻ്റെ തന്നെ ഞങ്ങൾ വേറൊരു ബ്രാഞ്ചിൻ്റെ കുറച്ച് ദൂരെ, അതിൽ വന്നിട്ട് 1200 പിള്ളേരുണ്ട്. പിന്നെ കോളേജുണ്ട് അവിടെ, ജൂനിയർ കോളേജ്. പറഞ്ഞില്ലല്ലോ, ഇത്രയൊക്കെ സ്ഥാപനങ്ങൾ എടുക്കുന്നുണ്ട്. സ്ഥാപനങ്ങൾ ഇതിനെല്ലാം വരുന്നത് ഇത് മാത്രമേ പറഞ്ഞുള്ളൂ, പ്രസ് വർക്കിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇത്ര വിദ്യാഭ്യാസ മേഖലയിൽ സാർ കൈയെടുത്തില്ല. അല്ല, മെയിനായിട്ട് ഇത്തരം കാര്യങ്ങളാണ് ഇൻട്രസ്റ്റഡ് ആണ്. എനിക്ക് വെറുതെ ഇരിക്കുന്നത് തീരെ ഇഷ്ടമില്ല. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഓക്കെ സാർ. അപ്പൊ
ഇത്രയും നേരം സാറിന്റെ വിശേഷങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകരോട് പങ്കുവച്ചതിനെ താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.